അമേരിക്കയിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ശക്തമായിക്കൊണ്ടിരിക്കുന്ന അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭമാണ് വിഷയം. അവിടെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നതിനെതിരെയാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ കോളേജുകളിൽ ഗസയിലേതിന് സമാനമായ ടെന്റുകൾ കിട്ടിയും ക്ലാസുകൾ ബഹിഷ്കരിച്ചുമൊക്കെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധം അമേരിക്കൻ ഭരണകൂടത്തെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ പ്രതിഷേധം അടിച്ചമർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിലൊന്നും തളരാതെ വീണ്ടും ആ പ്രതിഷേധം വ്യാപിക്കുകയാണ്, കൂടുതൽ ക്യാമ്പസുകളിലേക്ക് വ്യാപിക്കുകയാണ് എന്നതാണ് വാസ്തവം. അജിംസി, വിദ്യാർത്ഥി പ്രക്ഷോഭം നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്തിരുന്നു ഔട്ട് ഓഫ് ഫോക്കസിൽ. വീണ്ടും അതിങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ക്യാമ്പസുകളിലേക്ക് ആ പ്രതിഷേധം വ്യാപിക്കുകയാണ്. എന്താകും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? അല്ല, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കണ്ടു തുടങ്ങി. അതിൻ്റെ കാരണം അമേരിക്കയിൽ ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് തുടക്കം ഉണ്ടായിരുന്നത്. ഈ എൻക്യാമ്പ്മെൻറ്റ് എന്ന് പറഞ്ഞ് അത് അമേരിക്കയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, ഇപ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി അങ്ങനെ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി അത് വ്യാപിക്കുന്നു. സർവകലാശാലകളാണ് അതിൻ്റെ ഒരു കേന്ദ്രം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതുപോലെ ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ആ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ, അമേരിക്കയിലും യൂറോപ്പിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ദൃശ്യമാവുകയാണ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഓൾഡർ ജനറേഷൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ അവിടുത്തെ യുവാക്കൾ അതിൻ്റെ ഫലസ്തീനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ അമേരിക്കയിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ എന്താണ്, അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾക്കിടയിൽ വലിയ ഡിവൈഡ് അതുണ്ടാകുന്നു. നമുക്കറിയാം അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടി പ്രോഗ്രസീവാണ് കമ്പയർ ദാൻ റിപ്പബ്ലിക്കൻ. കുറേ കൂടി പ്രോഗ്രസീവാണ്. അവർ കുറേ കൂടി ഡൈവേഴ്സിറ്റി ആഗ്രഹിക്കുന്ന ആളാണ്. അവരുടെ വോട്ടർമാരിൽ കളേർഡ് പീപ്പിൾ, പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ വംശജരും ലാറ്റിൻ അമേരിക്കൻ വംശജരും ധാരാളമുണ്ട്. അവരെ പിന്തുണയ്ക്കുന്നവരിൽ താരതമ്യേന കുറേ കൂടി പ്രോഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഡെമോക്രാറ്റുകൾ. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ താരതമ്യേന കൊട്ടേഷനിൽ പറയുകയാണ്, കാരണം എല്ലാ കാര്യത്തിലും അല്ല. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ, വിദേശ നയത്തിൻ്റെ കാര്യത്തിലൊക്കെ രണ്ട് പാർട്ടികൾ, റിപ്പബ്ലിക്കും ഡെമോക്രാറ്റുകളൊക്കെ കുറേ പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ നയത്തിൽ, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ രണ്ട് പാർട്ടികളും ഒരുപോലെയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ പ്രശ്നം ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത്, ഇതിൻ്റെ പ്രൈമറികൾ നടക്കുന്ന സമയത്ത് യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രൈമറികളിൽ, അതായത് ജോ ബൈഡൻ തന്നെയാണ് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കുമ്പോഴത്തേക്കും യുദ്ധം തുടങ്ങി മുറുകിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ജോ ബൈഡൻ തന്നെ വേണമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു പുനർവിചിന്തനത്തിന് യുദ്ധം കാരണമായിട്ടില്ല. അതേസമയം യുദ്ധം കൊടുമ്പിരി കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു പ്രചാരണത്തിലേക്ക് ക്യാമ്പയിനിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ഡെമോക്രാറ്റുകളിൽ ബഹുഭൂരിഭാഗവും, അപ്പോൾ പുറത്തു വന്ന സർവേകൾ പ്രകാരം ഡെമോക്രാറ്റുകളിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇസ്രായേൽ ഇപ്പോൾ ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന നിലപാടുള്ളവരാണ്. പക്ഷേ അതേസമയം തന്നെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായ, ഭരണകൂടത്തിൻ്റെ ഭാഗമായ ആളുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ഇസ്രായേലിന് സർവാത്മന പിന്തുണ പ്രഖ്യാപിക്കുകയും കൂടുതൽ സൈനിക സഹായം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിനോട് എതിർപ്പുള്ള ഡെമോക്രാറ്റുകളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ്? ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വീണ്ടും വിചാരം വേണം. അവരെ കണ്ണടച്ച് ഏകപക്ഷീയമായ പിന്തുണ അവർക്ക് നൽകരുത് എന്നാണ് ഡെമോക്രാറ്റുകളുടെ വാദം. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡെമോക്രാറ്റുകൾക്കിടയിൽ ജോ ബൈഡൻ്റെ ഈ നിലപാട്, ജോ ബൈഡൻ്റെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ നിലപാടിനോട് അതിനിശ്ചിതമായ വിമർശനമുണ്ട് എന്നിരിക്കെ, പരമ്പരാഗതമായി ഡെമോക്രാറ്റുകൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഇസ്രായേൽ വിരുദ്ധ വോട്ടുകൾ അത് റിപ്പബ്ലിക്കന്മാർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റനാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വിമർശനം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ നാളെ BJP വോട്ട് ചെയ്യില്ലല്ലോ. ഇങ്ങനൊരു സന്ദിഗ്ധാവസ്ഥ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ടർമാരിൽ ബഹുഭൂരിഭാഗം എന്താണ്? ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇസ്രായേൽ ചെയ്യുന്നത് കൊള്ളാം, 2 വെടി കൂടുതൽ പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ. അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതേസമയം തന്നെ ഇവരെല്ലാവരും ആൻറ്റിസെമിറ്റുകളാണ് ബഹുഭൂരിഭാഗവും. റിപ്പബ്ലിക്കൻ വോട്ടർമാരിൽ ബഹുഭൂരിഭാഗവും ആൻറ്റിസെമിറ്റുകളാണ്. ആൻറ്റിസെമിറ്റിക് എന്ന് പറഞ്ഞാൽ യഹൂദരോട് വംശീയമായ മുൻവിധി പുലർത്തുന്ന ആളുകളാണ്. അപ്പോൾ ഒരേ സമയം ഈ വോട്ടർമാരുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം അവർ ആൻറ്റിസെമിറ്റുകളാണ്, ഒരേ സമയം ഇസ്രായേൽ വിരുദ്ധരാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്കയിലുള്ള യഹൂദന്മാരിൽ, ഈ ജ്യൂസ് എന്ന് പറയുന്ന സമുദായക്കാരിൽ അവരിൽ കൂടുതൽ പേരും ഡെമോക്രാറ്റുകൾക്ക് വോട്ട് ചെയ്യുന്നവരാണ്. നമുക്ക് ഇതിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലായല്ലോ. അമേരിക്കയിലുള്ള യഹൂദന്മാരിൽ ബഹുഭൂരിഭാഗവും ഡെമോക്രാറ്റുകൾക്ക് വോട്ട് ചെയ്യുന്നവരാണ്. റിപ്പബ്ലിക്കന്മാരെ പിന്തുണയ്ക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും ആൻറ്റിസെമിറ്റുകളാണ്.
അതേസമയം തന്നെ അവർ ഇസ്രായേൽ അനുകൂലികളുമാണ്. ഡെമോക്രാറ്റുകളിൽ ബഹുഭൂരിഭാഗവും ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നവരാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി മനസ്സിലായി. അതായത് ഈ വോട്ടുകൾ ഇപ്പോൾ എതിരായിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റാണ്. ഈ പ്രശ്നം, ഫലസ്തീൻ പ്രശ്നം ജോ ബൈഡനെ തോപ്പിക്കുമോ, ട്രംപിനെ തിരികെ കൊണ്ടുവരുമോ? ഈ ട്രംപ് തിരികെ വന്നാൽ എന്താ ഉണ്ടാവുക? ട്രംപാണ് ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ്. തെല്ലവീവിൽ നിന്ന് US എംബസി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നു. ഫലസ്തീനുള്ള ദുരിതാശ്വാസ സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. US-ലെ ഫലസ്തീൻ ഡിപ്ലോമാറ്റിക് സെൻറ്റർ അടച്ചുപൂട്ടുന്നു. ഇങ്ങനെയുള്ള ഫലസ്തീൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ട്രംപ്. അപ്പോൾ അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഇസ്രായേൽ ഫലസ്തീൻ ക്ലാഷ് തുടങ്ങിയതിന് ശേഷം അവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റുഡൻസ് ഇപ്പോൾ ആകെ ഒരു 10-70 സ്റ്റുഡൻസ് തുടങ്ങിയൊരു സംഭവമാണ് എൻക്യാമ്പ്മെൻ എന്ന് പറയുന്നത്. ഈ ഫലസ്തീൻ അനുകൂല സമരം 10-70 പേര്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അവിടെ സർവകലാശാലയുടെ ആവശ്യപ്രകാരം പോലീസ് കയറി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കൊണ്ടുവന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി ഇത് മറ്റ് സർവകലാശാലകളിൽ കൂടി വ്യാപിക്കുകയാണ്. കൂടുതൽ യുവാക്കൾ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയവരാണ്. അതിൽ ഈ സമരത്തിന് മുൻനിരയിൽ ഈ ഇൽഹാൻ ഉമർ എന്ന് പറയുന്ന ഡെമോക്രാറ്റിൻ്റെ ഒരു ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അവർ വളരെ വോക്കലായിട്ടുള്ള ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അവരുടെ മകളാണ്, 21 വയസ്സ് മറ്റേ ഉള്ളൂ, അവരുടെ മകളാണ് ഇവരുടെ ഒരു ലീഡർ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ ഒരു തരം കാലുഷ്യത്തിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം പോവുകയാണ്. ഇതേ കാലുഷ്യം നമ്മൾ മുമ്പ് കണ്ടത് വിയറ്റ്നാം യുദ്ധകാലത്താണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് പക്ഷേ കാരണം വേറെയായിരുന്നു. കാരണം ആവശ്യമില്ലാതെ അവിടെ പോയി യുദ്ധം ചെയ്ത് അമേരിക്കൻ ഭടന്മാർ മരിക്കുന്നു, അവർ തിരിച്ചു വരുന്നു, കമ്മ്യൂണിസ്റ്റുകളെ നേരിടാൻ എന്നതിൻ്റെ പേരിൽ അവിടെ പോയിട്ട് പാവങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ കുറേ കൂടി കോംപ്ലക്സ് ആണ് സിറ്റുവേഷൻ. ഒരേ സമയം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, മറുവശത്ത് ഇസ്രായേൽ നടന്ന ക്രൂരതയ്ക്കെതിരെ ജനരോഷം ഉയരുന്നു. പക്ഷേ ഇതിന് രണ്ടിനെയും എതിർത്തുകൊണ്ട് ഒരു ഒരു കോമൺ പ്ലാറ്റ്ഫോമോ കോമൺ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഇല്ലാതാവുകയും ചെയ്യുന്നു. വോട്ടർമാർ തന്നെ ആശയക്കുഴപ്പത്തിലാവുന്നു. ആർക്ക് വോട്ട് ചെയ്യണം? ജോ ബൈഡനെ തോപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ തോപ്പിക്കാൻ കഴിയുമോ? ട്രംപിനെ തിരികെ കൊണ്ടുവന്നുകൊണ്ട് ഇസ്രായേലിനെ തോപ്പിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ആശയക്കുഴപ്പത്തിലേക്ക് അമേരിക്ക പോവുകയാണ്. യെസ്, നാസർ, ഇപ്പോൾ ഈ ശക്തമായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, പ്രതിഷേധം, അത് നിലവിലെ ഈ സംഘർഷത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ? അതാണ് ഇനി കാണാനുള്ളത്. ഇനി കാത്തിരിക്കേണ്ട സംഗതി അതാണ്. കാരണം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 2-3 സമയത്താണ് ലോകത്ത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെ കാണുന്നൊരു പ്രത്യേകത, ഇത് നേരത്തെ ഇപ്പം അടുത്ത കാലത്തൊന്നും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടും അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു വളരെ ഇതായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇത് അമേരിക്കയിൽ ഉണ്ടായി എന്നുള്ളത് ഒന്ന്. 2, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വിയറ്റ്നാം യുദ്ധകാലത്തും ആൻറ്റി അപ്പാർത്തൈഡ് സമരത്തിൻ്റെ കാലത്തും പിന്നെ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റ് സമരത്തിൻ്റെ കാലത്ത് മാത്രമാണ് ഇങ്ങനത്തെ വലിയൊരു പ്രൊട്ടസ്റ്റ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കാണുന്നൊരു പശ്ചാത്തലം, ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം പറഞ്ഞല്ലോ, ആഗോള തലത്തിൽ തന്നെയും ആഗോള രാഷ്ട്രീയം വലതുപക്ഷത്തേക്ക് നീങ്ങുന്നൊരു സമയത്താണ്. വലതുപക്ഷത്തേക്ക് മൊത്തം എല്ലാ പ്രദേശത്തും എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു രാഷ്ട്രീയ ലീഡർഷിപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ഒരു ലോക രാഷ്ട്രീയം തന്നെ ഒരു വലതുപക്ഷത്തേക്ക് നീങ്ങി. ഇതിനെതിരെ ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് എവിടെയും ഉണ്ടായി വരുന്നില്ല, അതിനെതിരെ പ്രൊട്ടസ്റ്റ് എവിടെയും ഉണ്ടായി വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുത്തിട്ട് പ്രത്യേകിച്ച് വേറൊരു ലീഡർഷിപ്പ് എവിടെയില്ല. ഈ പറഞ്ഞതുപോലെ ഇതിനൊരു ലീഡർഷിപ്പില്ല, അതിനൊരു രാഷ്ട്രീയ ലീഡർഷിപ്പില്ല, ഒരു മൂവ്മെൻ്റ് ഇല്ല, ഒരു സംഘടന ഇല്ല, ഒന്നുമില്ല. യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അതത് ക്യാമ്പസുകളിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു മൂവ്മെൻറ്റ്. ഈ സംഗതി ആണെങ്കിൽ ഒരു ലെഫ്റ്റ് സ്വഭാവമുള്ളതും അല്ലെങ്കിൽ ഒരു ലിബറൽ സ്വഭാവമുള്ളതുമാണ്. ഇപ്പം ഈ എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു വലത്തോട്ട് നീങ്ങുമ്പം ക്യാമ്പസുകളിൽ നിന്ന് ഇടത്തോട്ട് വരുന്നു എന്നുള്ള ഒരു സംഗതി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് 1968 അവസാനത്തോടു കൂടിയാണ് ഇങ്ങനത്തെ ഒരു സംഗതി ആദ്യം ഉണ്ടായി വരുന്നത്. ന്യൂ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ലോകത്തിന് എല്ലാ ഭാഗത്തും ഉണ്ടായി വരുന്നത് 68-69 എനിക്ക് തോന്നുന്നത്. പണ്ട് കേട്ട് മറന്ന ഒരു മുദ്രാവാക്യം 68 ഇറ്റ് നോട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം പോലും ഉണ്ടായിരുന്നു. 68 ഈസ് നോട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ലോകം തിരിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയുടെ ഒരു സംഗതി ഉണ്ടോ എന്നും കൂടെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പം അമേരിക്കയിൽ ഇത് ഉയർന്നു വരാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന് ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളൊരു കാര്യം. പിന്നെ വിദ്യാർത്ഥികൾ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂണിവേഴ്സിറ്റികൾ പലതും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്ന കമ്പനികളിലോ ഇസ്രായേലിനെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ ഇസ്രായേൽ പക്ഷം നിൽക്കുന്നതുമായ കമ്പനികളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റ്
പിന്നെ ഡിസിൻവെസ്റ്റ് ചെയ്യണം, തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് സംശയം, ഇവിടെ എല്ലാവർക്കും സാധാരണഗതിയിൽ സംശയം ഉണ്ടായ യൂണിവേഴ്സിറ്റികൾക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം, ഇങ്ങനെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം പൈസ ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ പോലെ സർക്കാർ മാത്രമല്ല അവിടെ യൂണിവേഴ്സിറ്റികളും സാധനങ്ങളും നടക്കുന്നത്. പലപ്പോഴും കോർപ്പറേറ്റ് ഫണ്ടുകളുടെയൊക്കെ സഹായത്തോടെയാണ് ഇങ്ങനെ കിട്ടുന്ന ബൾക്കായിട്ടുള്ള ഫണ്ട് ഇവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള ലാഭം കൊണ്ട് തന്നെയാണ് ഈ റിസർച്ച് ഈ പ്രൊജക്റ്റുകൾ പോലും പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കണം എന്നുള്ളൊരാവശ്യവും യൂണിവേഴ്സിറ്റികളുടെ മുമ്പിൽ വിദ്യാർത്ഥികൾ ഒരേ സമയത്ത് ഉയർത്തുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അമേരിക്കയോട് അല്ലെങ്കിൽ രാഷ്ട്രത്തോട് ഈ ഇസ്രായേലിനെ ഉയർത്തണം എന്ന്, ഇസ്രായേലിനെ പിന്തുണക്കുന്ന നടപടി പിൻവലിക്കണം എന്നുള്ള ആവശ്യങ്ങളും ഒരേ സമയത്ത് തന്നെ ഉയർത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്കും അറിയാനുള്ളത്, അല്ലെങ്കിൽ നമുക്കിനി കാത്തിരിക്കാനുള്ളത് തന്നെ ഈ അമേരിക്കയിൽ മാത്രമല്ല. ഇപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഏതാണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞു. പാരീസിൽ, ഓസ്ട്രേലിയയിൽ ഒക്കെ എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ സ്ഥലത്തെയും, ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലെ എല്ലാ സ്ഥലത്തെയും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പലസ്തീനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ മാത്രമല്ലാതെ ബാക്കി എവിടേക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ അതായിരിക്കും അറിയാനുള്ളത്. യെസ്, എന്തായാലും ഇസ്രായേലിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ രംഗത്തെത്തിയത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഇനി അത് ഏത് രീതിയിൽ വളരും, അത് നിലവിലെ ഈ സംഘർഷത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.